चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताका स्वामिन् इति नामिने नमो आचार्यपादाय निताय कृपाप्रदायिने गौरकथाधामदाय नगरग्रामतारिणे नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंद मूकं करोति वाचालं भंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। ഹരേ കൃഷ്ണ. നമ്മൾ ഇന്ന് 27ാമത്തെ ശ്ലോകം 9ാം അധ്യായത്തില് അതാണ് ഇന്നും എടുക്കേണ്ടത്. ഇത് നമുക്ക് സുപരിചിതമായിട്ടുള്ള ശ്ലോകമാണ്. യത് കരോഷി യദ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത്കുരുഷമദർപ്പണം. ഇതിലെ കർമ്മയോഗവും ഭക്തിയും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഈ ശ്ലോകത്തിൽ കൂടി ഭഗവാൻ ചർച്ച ചെയ്യുന്നത്. അതായത് നിഷ്കാമ കർമ്മയോഗം. നിഷ്കാമ കർമ്മയോഗം എങ്ങനെ നമുക്ക് പരിശീലിക്കാം? നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ഭഗവാന് സമർപ്പിക്കുക. ഞാന് അല്ലെങ്കിൽ എനിക്ക് വേണം, ഞാനല്ല ഇത് ചെയ്യുന്നത്, എനിക്ക് വേണം, അതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടണം എന്നുള്ള ഭാവം ഇല്ലാതിരിക്കുക. അതാണ് നിഷ്കാമ കർമ്മയോഗം എന്ന് പറയുന്നത്. ഇതില് ആസക്തി ഉണ്ടാവില്ല, കർമ്മഫലം ആസ്വദിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവില്ല. അപ്പം ആ കർമ്മയോഗത്തിൽ നിന്നും ഭക്തിയോഗത്തിലേക്കുള്ള മാറ്റത്തെ കുറിച്ചാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ കൂടി മനസ്സിലാക്കുന്നത്. ഇവിടെ വിവർത്തനത്തിൽ പറയുന്നുണ്ട്, നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് നിവേദിക്കുന്നുവോ, ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ കുന്തിപുത്ര, അതെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അപ്പൊ നമ്മള് തിരുനാമം ജപിക്കുന്നുണ്ട് ഇല്ലേ? അത് എന്തിനു വേണ്ടിയിട്ടാണ് ജപിക്കുന്നത്? നമ്മളുടെ ആധ്യാത്മിക ഗുരുവിനെയും ഭഗവാനെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽ നമ്മൾ തിരുനാമം ജപിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഫലങ്ങൾ കിട്ടിയെന്നിരിക്കും. പക്ഷെ ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ തിരുനാമം ജപിച്ചു കഴിഞ്ഞാല് ആ ജപം കൊണ്ടൊരു പ്രയോജനവും ഉണ്ടാവില്ല. നമ്മളുടെ ലക്ഷ്യം എന്താണ്? ഭഗവത് പ്രാപ്തി ഇല്ലേ? അതിനായിട്ടാണ് നമ്മൾ നാമം ജപിക്കുന്നത്. അതിന് നമുക്ക് ആധ്യാത്മിക ഗുരുവിന്റെയും ഭഗവാന്റെയും കൃപ വേണം. അപ്പൊ അവരുടെ സന്തുഷ്ടിക്ക് വേണം നമ്മള് തിരുനാമം ജപിക്കാനായിട്ട്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഭഗവത് സ്മരണ നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ ജീവിതം അതിനായിട്ട് നമ്മൾ ചിട്ടപ്പെടുത്തണം. ഇത് ഓരോ മനുഷ്യന്റെയും കടമയാണിത്. ആത്മാവും ശരീരവും ഒന്നിച്ച് നിലനിർത്തേണ്ടതിനായി എല്ലാവരും കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ ഭൗതിക ലോകത്തില് ജനിച്ചു ഇല്ലേ? അപ്പൊ നമുക്ക് പലതരത്തിലുള്ള കർമ്മങ്ങൾ, നമുക്ക് ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടേണ്ടി വരും, ആധ്യാത്മികമായിട്ടുള്ള കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്.
പക്ഷെ ഭൗതികമായിട്ടുള്ള കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മള് ജീവിക്കണമെങ്കിൽ നമുക്ക് ജോലി ചെയ്തേ പറ്റൂ, ഇല്ലേ? കുടുംബം പോറ്റണമെങ്കിൽ നമുക്ക് ജോലി വേണം. ജോലി ചെയ്ത് നമ്മളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിക്കുക. അപ്പോൾ അതിനോടൊപ്പം നമ്മൾ എന്തും മുന്നോട്ട് കൊണ്ടുപോകണം? കൃഷ്ണാവബോധവും മുന്നോട്ട് കൊണ്ടുപോകണം. ഭക്തിയുടെ സേവനവും നമ്മൾ അതിനോടൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. രണ്ടും പാരലായിട്ട് വേണം നമുക്ക് കൊണ്ടുപോകാൻ. കാരണം നമ്മളൊക്കെ ഭൗതിക ജീവികളാണ്, നമ്മൾ ഈ ഭൗതിക ലോകത്തില് ജീവിക്കുന്നവരാണ്. അപ്പം ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളും ആധ്യാത്മികമായിട്ടുള്ള കർമ്മങ്ങളും നമ്മൾ ഒരേപോലെ സമാന്തരമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇവിടെ രൂപ ഗോസ്വാമി പറയുന്നുണ്ട്, നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു പങ്ക്, അതായത് 25% നമുക്ക് വേണ്ടി എടുക്കുക, 25% ബന്ധുക്കൾക്ക്, ബാക്കി 50% ഭഗവാന് വേണ്ടി ചെലവഴിക്കണമെന്നാണ് രൂപ ഗോസ്വാമി, നമ്മളുടെ പ്രധാന ആചാര്യനായ രൂപ ഗോസ്വാമി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അത് ഇപ്പം നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്, ഇല്ലേ? നമ്മളുടെ കുടുംബത്തിലുള്ളവരുടെ ഇഷ്ടം നോക്കിയിട്ടാണ് നമ്മൾ ഓരോ പദാർത്ഥങ്ങളും ഉണ്ടാക്കുന്നത്. അതിന് പകരം ഭഗവാൻ ഇതായിരിക്കും ഇഷ്ടം, ഭഗവാൻ എന്താണ് ഇഷ്ടം എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് ഭഗവാന് വേണ്ടി നമ്മൾ പാചകം ചെയ്യുക. അപ്പോൾ അത് കൂടുതൽ ഹൃദ്യമായിരിക്കും, അതിന് രുചി ഉണ്ടാവും. എന്നിട്ട് അത് ഭഗവാൻ അർപ്പിച്ചിട്ട് നമ്മൾ ഭക്ഷിക്കുക. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മളുടെ ഉള്ള ശുദ്ധമാകും. ആ ഭക്ഷണം, ആ പ്രസാദം ഭക്ഷിക്കുന്നവർക്കും അവരുടെ ബുദ്ധി വികസിക്കും. അപ്പോൾ അവർക്ക് അവരുടെ അവബോധം ശുദ്ധമാകും. അപ്പം നാം എന്ത് കർമ്മം ചെയ്താലും അതിന്റെ ഫലം ഭഗവാന് വിട്ടുകൊടുക്കുക, നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല. അപ്പം ഇതാണ് പരിശുദ്ധ ഭക്തിയുടെ സേവനം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ഭഗവാന് എന്ത് സേവനം കിട്ടിയാലും നമ്മളത് ചെയ്യുക. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നമ്മൾ അതിന്റെ ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് കിട്ടുക എന്നുള്ള മനോഭാവം ഇല്ലാതെ ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടി നമ്മൾ ആ സേവനങ്ങള് ഏറ്റെടുക്കുക ചെയ്യുക. ഇവിടെ പറയുന്നുണ്ട്, ആദ്യം കർമ്മം ചെയ്യൂ പിന്നീട് സമർപ്പിക്കൂ എന്ന്. കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടല്ലേ അതിന്റെ ഫലം കിട്ടുക. അപ്പൊ അത് ഭഗവാനെ നമ്മൾ സമർപ്പിക്കണം. അതാണ് നിഷ്കാമ കർമ്മയോഗം എന്ന് പറയുന്നത്. അപ്പം കേവല ഭക്തിയാണ് കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. കേവല ഭക്തി എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അത് കേവല ഭക്തിയിൽ, ആധ്യാത്മിക കർമ്മങ്ങളെല്ലാം തന്നെ കേവല ഭക്തിയിൽ പെടുന്നതാണ്. അപ്പം നാം നമ്മളുടെ ജീവിതത്തെ എപ്പോഴും ഭഗവത് സ്മരണ നിലനിർത്തത്തക്കവണ്ണം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ കർമ്മങ്ങള് നമ്മൾ അനുഷ്ഠിക്കണം. ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, എല്ലാം ഭഗവാനെ കൊണ്ട് ചെയ്യുക. അതാണ് അർച്ചന എന്ന് പറയുന്നത്. അർച്ചന എന്ന് പറയുന്നത് നവതാ ഭക്തിയിലെ ഒന്നാണ്, ഇല്ലേ? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അർച്ചനം അതിൽ വരുന്നതാണ്. അപ്പൊ അർച്ചനത്തിലേക്ക് എത്തണമെങ്കിൽ അതിനു മുൻപ് ശ്രവണം, കീർത്തനം, പിന്നെ സ്മരണം, പാദസേവനം, ഈ 4 കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേണം അർച്ചനത്തിലേക്ക് എത്താനായിട്ട്. ഇതിനൊരു കഥയുണ്ട്. അതായത് നമ്മളെ വൃന്ദാവനത്തില് ശ്രീനാഥ്ജി ഉണ്ടായിരുന്നു. ശ്രീനാഥ്ജി പിന്നീട് ഉദയപൂർ, അതായത് രാജസ്ഥാനിലെ ഉദയപൂരിൽ എത്തുകയാണ് ചെയ്തത്. കാരണം മുഗളന്മാരുടെ ആക്രമണ കാലത്ത് ശ്രീനാഥ്ജി, അപ്പൊ ശ്രീനാഥ്ജിയെ കൊണ്ട് ഗോവർദ്ധന പർവ്വതത്തിൽ നിന്ന് നടന്ന്, അതായത് 500 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. ഉദയപൂരിലെ നാഥദ്വാറിൽ എത്തിച്ചേർന്നു. അപ്പോൾ അവിടെ ക്ഷേത്രമൊക്കെ നിർമ്മിക്കുന്നതേ ഉള്ളൂ, ഭഗവാന്റെ കിച്ചൺ നിർമ്മിച്ചിട്ടില്ല. അപ്പോൾ അവിടുത്തെ പൂജാരി അല്ലെങ്കിൽ മുഖ്യൻ പറഞ്ഞു, ഗ്രാമവാസികളോട് പറഞ്ഞു, നിങ്ങൾ ഓരോ ദിവസവും ഓരോ വീട്ടിൽ നിന്ന് ഭഗവാന് ഭക്ഷണം എത്തിക്കണം, പ്രസാദം എത്തിക്കണം എന്ന്. അപ്പൊ ആ പ്രസാദമാണെങ്കിൽ അവിടെ ഉള്ളവർക്കെല്ലാം ഭഗവാൻ ഓഫർ ചെയ്തിട്ട് അവിടെ ഉള്ളവരെല്ലാം അത് ഭക്ഷിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ദിവസം വളരെ പാവപ്പെട്ടവനായ ഒരു വൈഷ്ണവന്റെ ഊഴമായി. അദ്ദേഹം വളരെ ദരിദ്രനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു നേരത്തേക്കുള്ള ഭക്ഷണത്തിന് പോലും വകയില്ലാതെ കഴിച്ചു കൂട്ടുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഊഴമാണ് അന്ന്. അപ്പൊ അദ്ദേഹം വളരെ വിഷമത്തിലായി, ഞാൻ എന്ത് ചെയ്യും? എല്ലാവരും ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി ഭഗവാൻ അർപ്പിക്കുന്നു, അതെല്ലാ വൈഷ്ണവർക്കും വിതരണം ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ ഞാൻ നാളെ ഭഗവാന് പ്രസാദം ഉണ്ടാക്കും എന്നുള്ള ചിന്തയിലായി അദ്ദേഹം. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? സങ്കടപ്പെട്ട് മുഖ്യനോട്, ക്ഷേത്രത്തിലെ മുഖ്യ അധികാരിയോട് വന്നു സംസാരിച്ചു ഇതേപ്പറ്റി.
അപ്പൊ എൻ്റെ വീട്ടില് ഒന്നുമില്ല, നാളെ എൻ്റെ സേവയാണ്, എനിക്കൊന്നുമില്ല എന്ന് കരുതി അങ്ങ് മറ്റൊരാൾക്ക് ഈ സേവനം കൊടുക്കരുത്, അതെനിക്ക് സഹിക്കില്ല. ഞാൻ നോക്കട്ടെ, ഞാൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കി ഞാൻ ഭഗവാനെ ഓഫർ ചെയ്യാൻ എന്തെങ്കിലും ഒരു പദാർത്ഥമെങ്കിലും ഞാൻ കൊണ്ടുവരാം. അപ്പം മുഖ്യൻ പറഞ്ഞു, വിഷമിക്കണ്ട, അങ്ങ് എന്തിനാണ് വിഷമിക്കുന്നത്, ഭഗവാനില്ലേ, ഭഗവാനോട് പ്രാർത്ഥിക്കൂ എന്ന്. അപ്പോൾ വല്ലഭാചാര്യര് പറഞ്ഞിട്ടുണ്ട്, എല്ലാം എന്തുണ്ടെങ്കിലും അത് ഭഗവാൻ ഓഫർ ചെയ്യുക, ഭഗവാനോട് പ്രാർത്ഥിക്കുക, നമ്മളുടെ എന്താഗ്രഹമോ ഭഗവാൻ സാധിച്ചു തരും എന്ന മുഖ്യന് അദ്ദേഹം ഈ വൈഷ്ണവനോട് പറഞ്ഞു കൊടുത്തു. അപ്പൊ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, വല്ലഭാചാര്യർ പറഞ്ഞിട്ടുണ്ടല്ലോ മാനസ പൂജ ചെയ്യാനായിട്ട്, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക ഭഗവാനോട്. ഒന്നുമില്ലെങ്കിൽ ആ പാത്രങ്ങൾ എടുത്തു വെച്ചിട്ട് ഭഗവാന് വേണ്ടിയല്ലേ, അപ്പൊ ഭഗവാൻ അതിന് എന്തെങ്കിലും ഒരു പോം വഴി നിങ്ങൾക്ക് തരാണ്ടിരിക്കില്ല. ഭഗവാനോട് കേണപേക്ഷിച്ചു നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങൂ എന്ന്. അപ്പൊ ഈ മുഖ്യൻ പറഞ്ഞതനുസരിച്ച് അടുത്ത ദിവസം രാവിലെ പുലർച്ചെ എഴുന്നേറ്റ് അദ്ദേഹം കുളിച്ച് ഭക്ഷണം തയ്യാറാക്കാനായിട്ട് കാലിപാത്രമാണ്, അടുപ്പ് കത്തിച്ചു, പാത്രം അടുപ്പിൽ വെച്ചു. അവിടെ ഇരുന്നും കൊണ്ട് അദ്ദേഹം മനസ്സുകൊണ്ട് ചിന്തിക്കാൻ തുടങ്ങി. അതിൽ നെയ്യ് ഒഴിക്കുന്നു, ഓരോ പദാർത്ഥങ്ങൾ അതിലിടുന്നു, പച്ചക്കറികൾ ഇടുന്നു, മസാലകളൊക്കെ ചേർക്കുന്നു, ഇങ്ങനെ കുറേ വിഭവങ്ങൾ അദ്ദേഹം മനസ്സുകൊണ്ട് അടുപ്പ് കത്തിക്കുന്നു, ഉണ്ടാക്കുന്നു. ഇങ്ങനെ അദ്ദേഹം സങ്കല്പിച്ചു. അദ്ദേഹത്തിന്റെ ശ്രദ്ധ വേറൊന്നിലേക്കും പോയില്ല. പരിപൂർണമായിട്ട് മനസ്സതിൽ അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ മാനസികമായിട്ട് ഇതെല്ലാം ഉണ്ടാക്കുകയാണ്. ഉണ്ടാക്കി വലിയ വലിയ പാത്രങ്ങളിൽ നിറച്ച് അത് മൂടിക്കെട്ടി അതുകൊണ്ട് തലയിൽ ചുമന്നുകൊണ്ട് അദ്ദേഹം എവിടെ വന്നു, ഈ നാഥദ്വാറിൽ വന്നു. ശ്രീനാഥ്ജിയുടെ അടുത്ത് വന്നിട്ട് അവിടെ ഭഗവാന്റെ മുന്നില് വെക്കാനായിട്ട് ആ വാതിൽക്കൽ എല്ലാ പാത്രങ്ങളോടെ നിരത്തി വെച്ചു. എന്നിട്ട് ഭഗവാനോട് മനസ്സൊന്നും അപേക്ഷിച്ചു, ഭഗവാനെ ഇത് സ്വീകരിക്കണം, അങ്ങയുടെ ഇഷ്ടം പോലെ, അങ്ങ് വിചാരിച്ചാലല്ല ഈ പാത്രം നിറയ്ക്കാൻ അങ്ങേക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, അങ്ങിത് സ്വീകരിക്കണം, അങ്ങയുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ മാറി നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാണ്. ഇത് കണ്ട് ആ മുഖ്യ അധികാരിക്കും വളരെ സങ്കടമായി. അദ്ദേഹം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് വാതിൽ തുറന്നിട്ട് ആ പാത്രങ്ങളുടെ മൂടിയൊക്കെ എടുത്തു നോക്കിയപ്പോൾ അതിൽ നിറയെ പാത്രങ്ങൾ, വിഭവങ്ങളുണ്ട്, പലതരത്തിലുള്ള വിഭവങ്ങൾ. ഇദ്ദേഹം എന്തൊക്കെ വിഭവങ്ങളാണോ മാനസികമായിട്ട് സങ്കല്പിച്ച ഉണ്ടാക്കിയത് അതെല്ലാം ആ പാത്രത്തില് നിറഞ്ഞിരിക്കുന്നു. അത് തന്നെയുമല്ല, ഭഗവാന്റെ മുഖത്തും വായയുടെ ഭാഗങ്ങളിലൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അവശിഷ്ടം പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഇത് കണ്ടിട്ട് ആ വൈഷ്ണവന് വളരെയധികം സന്തോഷമായി. അപ്പം നമ്മള് ഭാവത്തോടെ വേണം, നമ്മളുടെ ഭാവം എന്താണ് അതാണ് ഭഗവാൻ നോക്കുക. ആ ഭാവഗ്രാഹി ജനാർദ്ദനൻ എന്നാണ് ഭഗവാൻ അറിയപ്പെടുന്നത്. നമ്മളുടെ ഭാവമാണ് ഭഗവാൻ നോക്കുക, അല്ലാണ്ട് നമ്മൾ എന്തു കൊടുത്തു അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കുന്നു എന്നല്ല. നമ്മള് സ്നേഹത്തോടെ വാത്സല്യത്തോടെ കൊടുക്കുകയാണെങ്കിൽ അത് ഭഗവാൻ സ്വീകരിക്കും. അപ്പൊ ഇവിടെ ആ ഒന്നുമില്ലെങ്കിലും ആ ഭക്തന്റെ ഭാവം കണ്ടിട്ട് ഭഗവാൻ കനിഞ്ഞ് അനുഗ്രഹിച്ച് അതിൽ നിറയെ വിഭവങ്ങൾ കൊടുത്തു. അത് ഭഗവാൻ ഓഫർ ചെയ്തതിന് ശേഷം അതെല്ലാ വൈഷ്ണവരും വളരെ സന്തുഷ്ടയോടെ അതെല്ലാം സ്വീകരിക്കുകയും ചെയ്തു. അപ്പം ഈ ഭാവം നമുക്ക് എങ്ങനെ ഉണ്ടാവും? ഈ നവതാ ഭക്തി കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഭാവം കൈവരിക്കാന് നമുക്ക് സാധിക്കും. അപ്പം നമ്മൾ എന്ത് സേവനം ചെയ്താലും അത് എങ്ങനെ ചെയ്യണം? നമ്മള് ഭാവത്തോടെ ചെയ്യണം. അതായത് ഭഗവാന് വേണ്ടിയിട്ടാണ്. അപ്പം ഭക്തി ഭാവത്തോടെ നമ്മൾ എന്ത് സേവനവും ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ സന്തുഷ്ടനാകും. അതായത് 5 തരത്തിലുള്ള ഭാവങ്ങളുണ്ട്, രസങ്ങളുണ്ട്: ശാന്തം, ദാസ്യം, സഖ്യം, വാത്സല്യം, മാധുര്യ പ്രേമം. ഇതിലെ മാധുര്യ പ്രേമം ശുദ്ധഭക്തന്മാർക്കാണ്, ഗോപികമാരെ പോലുള്ള ശുദ്ധഭക്തന്മാർക്കാണ് ഈ മാധുര്യ പ്രേമം എന്ന് പറയുന്നത്. ബാക്കി 4 ഏതെങ്കിലും ഒരു ഭാവം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഭഗവാനെ ആരാധിക്കാം. ദാസ്യഭാവത്തിലാവാം, സഖ്യഭാവത്തിലാവാം, വാത്സല്യഭാവത്തിലാവാം. ആ ഏത് ഭാവത്തിലായാലും നമ്മള് ഭക്തിയോടെയും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമാണ് നമ്മൾ ഭഗവാനെ സേവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ സേവനം ഭഗവാന് സ്വീകരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഭാവത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മള് സ്നേഹത്തോടെ വേണം, ഭക്തിയോടെ വേണം ഭഗവാൻ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയും കൃഷ്ണൻ പറയുന്നുണ്ട്, എനിക്കായി കൊണ്ട് ചെയ്യൂ, നിങ്ങൾ എന്ത് ചെയ്താലും എന്ത് പ്രവൃത്തി ചെയ്താലും അത് എനിക്കായി കൊണ്ട് ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് അർച്ചന എന്ന് പറയുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് സത്യഭാമയുടേത്.
ഇവിടെ പറയുന്നുണ്ട്, ഭിക്ഷാദാനത്തിലുള്ള വാസന ഏതു മനുഷ്യനിലും ഉണ്ട്. അത് എനിക്ക് തരൂ എന്ന് പറഞ്ഞ് നമുക്ക് ആരുടെ മുമ്പിൽ കൈനീട്ടാനുള്ള ഒരു വാസന നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പക്ഷെ അത് നമുക്കുള്ളതൊക്കെ ഭഗവാന് കൊടുക്കാനുള്ള ഒരു താല്പര്യം നമ്മളുടെ ഉള്ളില് ഉണ്ടാവണം. നമ്മളുടെ നേടിവെച്ച മിച്ച ധനം അത്രയും കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന്റെ പുരോഗതിക്കായിക്കൊണ്ട് ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ കൂടുതൽ അതുകൊണ്ടുള്ള ഗുണം നമുക്ക് കിട്ടും. സേവനത്തിനുള്ള അവസരങ്ങൾ നമുക്ക് കൂടുതൽ കിട്ടും. നമുക്ക് എടുക്കേണ്ടെന്നല്ല, നമ്മളുടെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഭഗവാന് കൊടുക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. മിച്ചം ആയിട്ടുള്ള ധനം അത്രയും ഭഗവാന്റെ സേവനത്തിനായിട്ട് ഉപയോഗിക്കാനാണ് പറയുന്നത്. അത് പലതരത്തിലാവാം. ബുക്ക് വാങ്ങിച്ച് ബുക്കുകൾ വിതരണം ചെയ്യാം, അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് ധനം നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പൊ അത് കൃഷ്ണാവബോധത്തിന്റെ പുരോഗതിക്കായിക്കൊണ്ട് ആ ധനം ചിലവഴിക്കാൻ നമുക്ക് സാധിക്കും. അതും ഏറ്റവും നല്ല ഒരു സേവനമാണതും. ഇന്ന് ജനങ്ങൾക്ക് ധ്യാനയോഗത്തിൽ വളരെ താല്പര്യം കാണുന്നുണ്ട്. ഈ യുഗത്തിൽ ഇത് പ്രായോഗികമല്ല. എങ്കിലും ദിവസത്തിൽ 24 മണിക്കൂറും മാലയെടുത്ത് ഹരേ കൃഷ്ണ മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ ഒരാൾ ഉത്തമനായ ധ്യാനയോഗിയായിത്തീരും. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്, ധ്യാനം പിന്നെ മറ്റ് ഓസ്ട്രിറ്റി ഇതൊന്നും ഈ കലിയുഗത്തില് സാധ്യമല്ല. കാരണം ഇതിനൊക്കെ ധാരാളം സമയം വേണ്ടിവരും. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു ജന്മം കൊണ്ട് നമുക്ക് ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് എങ്ങനെ നോക്കിയാലും കലിയുഗത്തിലെ ജപയജ്ഞമാണ് നമുക്ക് അനുയോജ്യമായിട്ടുള്ളത്. ഈ യുഗധർമ്മമാണ്, ഈ യുഗത്തിലെ ധർമ്മമാണ് സങ്കീർത്തനം എന്ന് പറയുന്നത്. ഭഗവാന്റെ തിരുനാമ ജപം, ആ യജ്ഞമാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ 24 മണിക്കൂറും ഭഗവാന്റെ തിരുനാമം ജപിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ധ്യാനയോഗിയായി തീരും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നിഷ്കാമ കർമ്മയോഗി ആണെങ്കിൽ അദ്ദേഹം എന്ത് പ്രവൃത്തി ചെയ്താലും അതിന്റെ ഫലം ആർക്ക് സമർപ്പിക്കും? ഭഗവാനിൽ സമർപ്പിക്കും. മനസ്സിൽ ഒരു തരത്തിലും ആ ചെയ്ത പ്രവൃത്തിയോടെ യാതൊരു തരത്തിലും ആസക്തി ഉണ്ടാവില്ല. അതിന്റെ ഫലം എനിക്ക് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ആ ഭക്തന്റെ ഉള്ളില് ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ നിഷ്കാമ കർമ്മയോഗത്തിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങും, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ അതിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഭൗതികമായിട്ടുള്ള വിരക്തി കൈവരിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ആ സാക്ഷാത്കാര തലത്തില് എത്തിച്ചേരാനും നമുക്ക് സാധിക്കും. ഇനി അടുത്ത ശ്ലോകം. ശുഭാശുഭ ഫലൈരേവം മോക്ഷ്യസേ കർമ്മബന്ധനൈർ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാം ഉപേക്ഷ്യസി. ഇവിടെ ഇപ്പൊ ഇങ്ങനെ നിഷ്കാമ കർമ്മയോഗി അങ്ങനെ ഫലാസക്തി കൂടാതെ കർമ്മം ചെയ്തു കഴിഞ്ഞാല് ആ നിഷ്കാമ കർമ്മയോഗിക്ക് എന്ത് കിട്ടുമെന്നാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. ഇങ്ങനെ കർമ്മബന്ധങ്ങളിൽ നിന്നും തജ്ജന്യങ്ങളായ ഗുണദോഷ ഫലങ്ങളിൽ നിന്നും നിനക്ക് സ്വതന്ത്രനാകാം. പരിത്യാഗം എന്ന തത്വം ഉൾക്കൊണ്ട് എന്നിൽ മനസ്സുറപ്പിച്ച് വിമുക്തനായി നിനക്ക് എന്നെ പ്രാപിക്കാം. അപ്പം നിഷ്കാമ കർമ്മയോഗം കൊണ്ട് നമുക്ക് എന്താ കിട്ടുക? ഭഗവാനെ കിട്ടും. ഭഗവത് പ്രാപ്തി കൈവരിക്കാൻ നമുക്ക് സാധിക്കും. എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് സ്വതന്ത്രനാകാം എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ചിലപ്പോൾ നമുക്ക് തോന്നും ഭഗവാൻ പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ട് എന്ന്, ഇല്ലേ? അത് നമുക്ക് വരുന്നുണ്ട്. അടുത്ത ശ്ലോകത്തിൽ കൂടി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഭഗവാൻ ആരോടും പാർഷ്യാലിറ്റി കാണിക്കുന്നില്ല. ഭക്തരോടുമില്ല, അഭക്തരും ഒക്കെ ഭഗവാന് ഒരുപോലെയാണ്. പക്ഷെ ആരാണോ ഭഗവാന് വേണ്ടി ഭക്തിപൂർവം സേവനം ചെയ്യുന്നത് അവരോട് ഭഗവാൻ കുറേശ്ശെ അല്പം ഒരു ചായ്വ് ഭഗവാൻ കാണിക്കുന്നുണ്ട്. ഇവിടെ രൂപ ഗോസ്വാമിയുടെ ശ്ലോകം ഭക്തരസാമൃത സിന്ധുവിൽ നിന്നൊരു ശ്ലോകം ഉദ്ധരിച്ചിട്ടുണ്ട്. വൈരാഗ്യം അല്ലെങ്കിൽ വിരക്തിയെ കുറിച്ചിട്ട്. അനാസക്തസ്യ വിഷയാൻ യഥാർഹം ഉപയുജ്ഞതഃ നിർബന്ധ കൃഷ്ണ സംബന്ധേ യുക്തം വൈരാഗ്യം ഉച്യതേ. ഇവിടെ രൂപ ഗോസ്വാമി പറയുന്നുണ്ട്, ഈ ഭൗതിക പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കുന്നിടത്തോളം നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികൾ ചെയ്യാതെ പറ്റില്ല. നമുക്ക് പ്രവൃത്തി ചെയ്തേ പറ്റൂ. അതെല്ലാം നിർത്തി വെച്ചിട്ട് നമുക്ക് കൃഷ്ണാവബോധത്തിൽ മുഴുകാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഭൗതികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നിർവഹിക്കണമെങ്കിൽ നമ്മൾ ഭൗതികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ അതിനോടൊപ്പം തന്നെ ആ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നമ്മൾ ആർക്ക് സമർപ്പിക്കണം? ഭഗവാന് സമർപ്പിക്കണം. അതിന്റെ ഫലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനേ പാടില്ല. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ
മുന്നോട്ട് പോവുക. അതിന്റെ കർമ്മഫലത്തെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ നമ്മൾ പ്രവൃത്തി ചെയ്യുക. അതിനെയാണ് യുക്ത വൈരാഗ്യം എന്ന് പറയുന്നത്. അതായത് പരിപൂർണമായിട്ട് കർമ്മഫലത്തിലുള്ള വിരക്തി. അപ്പൊ സന്യാസത്തിന്റെ ഒരു തരത്തിലുള്ള സന്യാസമായിട്ട് കണക്കാക്കാം. സന്യാസത്തിൽ ഉറച്ചു നിന്ന് അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മങ്ങൾ മനോദർപ്പണത്തിൽ എഴുകി ചേർന്ന മാലിന്യമെല്ലാം നീക്കുന്നു. നമുക്ക് കർമ്മഫലത്തിൽ ആസക്തി ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഉള്ളിലെ ആ മാലിന്യങ്ങൾ, പാപങ്ങളെല്ലാം നീക്കാൻ അത് സഹായിക്കും. ആ കർമ്മഫലങ്ങൾ ആർക്ക് സമർപ്പിക്കണം? പരിപൂർണമായിട്ടും ഭഗവാന് സമർപ്പിക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് ആത്മസാക്ഷാത്കാരത്തിന്റെ വഴിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ നമുക്ക് പരിപൂർണമായിട്ട് ഭഗവാനിൽ ശരണാഗതി അടയാനും നമുക്ക് സാധിക്കും. അങ്ങനെ അവസാനം നമുക്ക് ഭഗവത് സാക്ഷാത്കാരം നേടാനും ഇത് നമ്മൾക്ക് സഹായിക്കും. അപ്പൊ ഇവിടെ മുക്തി എന്ന് വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആ മുക്തി എന്ന് പറയുന്നത് എന്താണ്? സാധാരണ മോക്ഷം, അതായത് ഭഗവാന്റെ ബ്രഹ്മജ്യോതിയിൽ ലയിച്ചു ചേരുക. പക്ഷെ അതല്ല മുക്തി എന്ന് പറയുന്നത്. മുക്തി എന്ന് പറഞ്ഞാല് ഭൗതികമായിട്ട് എന്നെന്നും ഈ ഭൗതികതയിൽ നിന്ന് പുറത്തു കിടക്കുക, അതായത് ഭഗവാന്റെ സാക്ഷാത്കാരം ലഭിക്കുക. അതാണ് മുക്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെന്ത് വേണം? നമ്മളുടെ ഉള്ളിലെ പാപങ്ങളും പുണ്യങ്ങളും പോകണം. ഇപ്പൊ ഗംഗയിൽ കുളിച്ചാല് പാപം പോകും, പക്ഷെ യമുനയിൽ കുളിച്ചാലോ പാപവും പുണ്യവും പോകും. ആ ഒരു തലത്തിൽ എത്തണം. എത്തിച്ചേർന്നെങ്കിൽ മാത്രമേ ആ മുക്താവസ്ഥയിൽ എത്താനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഭക്തിയുടെ ബൈ പ്രോഡക്റ്റ് ആണ് മുക്തി എന്ന് പറയുന്നത്. മുക്തി 5 തരത്തിലുണ്ട്. നമ്മൾ നേരത്തെ അതേക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. 5 മുക്തികൾ കിട്ടിയാലും അതൊരു ഭക്തന് കിട്ടും. ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുന്ന ഭക്തന്മാർക്കൊക്കെ ആ മുക്തി കിട്ടും. പക്ഷേ വില്യമംഗലം ഠാക്കൂർ പറയുന്നുണ്ട്, നമ്മൾ ഭക്തിയുടെ സേവനത്തിലേക്ക്, ഭക്തിമാർഗത്തിലേക്ക് വന്നു കഴിഞ്ഞാല് ഭുക്തിയും മുക്തിയും നമ്മളുടെ മുൻപില് കൈകൂപ്പി നമ്മളുടെ വീട്ടുവാതിൽക്കൽ നിൽക്കുന്നതാണ് പറയുന്നത്. അതായത് ഞാൻ അകത്തേക്ക് വരട്ടെ വരട്ടെ എന്ന് ചോദിച്ചുകൊണ്ട്. നമ്മൾ വരാൻ ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോയി, നമുക്ക് പിന്നെ ഭഗവാനെ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഇതിനെ ഒന്നും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാതെ നമ്മൾ ഭഗവാനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ നമ്മളുടെ എല്ലാ കർമ്മങ്ങളും ചെയ്യുക. ഭക്തിയുടെ സേവനമാണെങ്കിലും ഭൗതികമായിട്ടുള്ളതാണെങ്കിലും പരിപൂർണമായിട്ട് ഭഗവാനിൽ സമർപ്പിതനായിക്കൊണ്ട് വേണം നമ്മൾ കർമ്മം ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭഗവത് പ്രാപ്തി ഉറപ്പാണ്. അപ്പം നമ്മളുടെ ജീവിതകാലം മുഴുവൻ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ മരണശേഷം നമുക്ക് വൈകുണ്ഠത്തിലെത്തി ഭഗവാന്റെ നിത്യപാർശ്വതനായിട്ട് നമുക്ക് ഭഗവാൻ ഡയറക്റ്റ് ആയിട്ട് പ്രത്യക്ഷമായിട്ട് ഭഗവാന് സേവനം ചെയ്ത് നമുക്കവിടെ എന്നെന്നും വാഴാൻ നമുക്ക് സാധിക്കും. ഭഗവാൻ എല്ലാവരും ഒരേപോലെയാണ്. ഭഗവാൻ ആരെയും വ്യത്യാസമില്ല. ഇപ്പൊ മഴ പെയ്യുന്നു, മഴ എല്ലാ സ്ഥലത്തും പെയ്യുന്നുണ്ടല്ലേ? കുന്നിന്റെ മുകളിലും സമുദ്രത്തിലും നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളിലും ഒക്കെ മഴ കിട്ടുന്നുണ്ട്. മഴ പാർഷ്യാലിറ്റി കാണിക്കാറുണ്ടോ? ഇല്ല. പക്ഷെ ആ മഴവെള്ളം നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിലാണ് ഇരിക്കുന്നത്. അതുപോലെയാണ് ഭഗവാന്റെ കാരുണ്യം എല്ലാവർക്കും ലഭിക്കും. പക്ഷെ ആ ഭഗവാന്റെ കൃപ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മളുടെ പുരോഗതി. അപ്പൊ നമ്മള് ഭഗവാന്റെ സേവനത്തിനായിട്ട് നമ്മളുടെ ജീവിതം നമ്മളെ ഒഴിഞ്ഞു വെക്കണം. അതിൽ താല്പര്യമില്ലാത്തവർക്കോ ആ താല്പര്യമില്ലാത്തവർക്ക് ഒരിക്കലും ഭഗവത് പ്രാപ്തി ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് കണക്കാക്കാം. ഭഗവാന്റെ ഇച്ഛയ്ക്ക് വിധേയനായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മളെ ഭഗവാന്റെ ദാസ്യനായിട്ട് അല്ലെങ്കിൽ ദാസിയായിട്ട് നമ്മള് കണക്കാക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും നമ്മള് ഭഗവാന്റെ ദാസി എന്നുള്ള നിലയിലായിരിക്കും നമ്മളുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും. അതെല്ലാം തന്നെ എന്തായിട്ട് മാറും? ഭഗവാന്റെ സേവനമായിട്ട് മാറും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രവൃത്തികളിലും താല്പര്യം ഉണ്ടാവില്ല. കാരണം അതൊക്കെ എന്താണ്? ഫലത്തെ ആശ്രയിച്ചിട്ടാണ്, ഫലപ്രാപ്തി ഉദ്ദേശിച്ചിട്ടാണ് വേദങ്ങളിലെ എല്ലാ കാര്യങ്ങളിലും പറയുന്നത്. അപ്പൊ ഭക്തിയുടെ സേവനത്തിൽ മുഴുകുന്നവർക്ക് വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങളിൽ പറയുന്ന യാതൊരു പ്രവൃത്തിയും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നമ്മളുടെ ആചാര്യന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തോന്നാം ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആള് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നില്ല എന്ന്. പക്ഷെ അത് കർമ്മഫലം ഉദ്ദേശിച്ചുകൊണ്ടല്ല, ഭഗവാന് പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ടാണ് ഓരോ സേവനങ്ങളും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഭക്തന്മാര് ഭഗവാനെ ഏതു തരത്തിലാണോ അപ്രോച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഭഗവാൻ നമ്മളോട് പ്രതികരിക്കും. ഒരിക്കലും ഭഗവാന് തലവേദന വന്നു, പക്ഷെ ശരിക്കും തലവേദനയല്ല, ഭഗവാൻ അഭിനയിക്കുകയായിരുന്നു. ഭയങ്കര കലശലായിട്ടുള്ള തലവേദന അഭിനയിച്ചു ഭഗവാൻ. അപ്പൊ കൊട്ടാരത്തിലുള്ള
ആ ദ്വാരകയിലെ കൊട്ടാരത്തിലുള്ള എല്ലാ വൈദ്യന്മാരും വന്നു പലതരത്തിലുള്ള മരുന്നുകൾ പ്രയോഗിച്ചു. പക്ഷെ ഭഗവാന്റെ തലവേദന മാറിയില്ല. എല്ലാവരോടും പത്നിമാരോടും ഒക്കെ പറഞ്ഞപ്പോ വൈദ്യൻ പറഞ്ഞു, ആരുടെയെങ്കിലും ഭക്തന്മാരുടെ പാദത്തിലെ മണ്ണ് പുരട്ടിയാൽ മാത്രമേ ഈ തലവേദന മാറുകയുള്ളൂ. അപ്പൊ അന്തപുരത്തിലെ ഭഗവാന്റെ പത്നിമാരോടൊക്കെ പറഞ്ഞു. അവരെല്ലാം ഒഴിഞ്ഞു മാറി. ഞങ്ങളുടെ പാദത്തിലെ മണ്ണ് ഭഗവാന്റെ തലയിൽ നെറ്റിയിൽ പുരട്ടുകയോ അത് പാപമാണ്, അത് ഞങ്ങൾ ചെയ്യില്ല. പാണ്ഡവരെ വിളിച്ചു, അവരും ഒഴിഞ്ഞു മാറി. അവരും പറഞ്ഞു അത് പാപമാണ്, ഞങ്ങൾ ചെയ്യില്ല. അപ്പൊ നാരദ മഹർഷി ഓരോരുത്തരോടും അപേക്ഷിച്ചു, നിങ്ങൾ തരൂ, ഭഗവാന് തലവേദനയാണ്, തലവേദന മാറണം എന്ന്. പക്ഷെ ആരും കൊടുക്കാൻ തയ്യാറില്ല. പാപമാണ്, ഞങ്ങൾ നരകത്തിൽ പോകും, ഭഗവാന് ഞങ്ങളുടെ പാദത്തിലെ മണ്ണ് ഭഗവാന്റെ നെറ്റിയില് പുരട്ടാൻ പറ്റില്ല, അത് ഞങ്ങൾക്ക് പാപമാകുന്നതാണ്. അവസാനം ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും നാരദ, വൃന്ദാവനത്തിൽ പോയിട്ട് ഗോപികമാരോട് പറയുകയെന്ന്. അപ്പൊ നാരദ മഹർഷി വൃന്ദാവനത്തിൽ വന്ന് ഗോപികമാരോട് പറഞ്ഞു, രാധാറാണി ഉൾപ്പെടെയുള്ള ഗോപികമാരോട് ഭഗവാന്റെ തലവേദനയുടെ കാര്യം പറഞ്ഞു. അപ്പൊ അവര് ഒരു മടിയും കൂടാതെ യമുനാ നദിയിൽ ഇറങ്ങി അവരുടെ കാല് കഴുകി കരയ്ക്ക് കയറിയപ്പോ ധാരാളം മണ്ണ് ആ കാലില് പറ്റിപ്പിടിച്ചിരുന്നു. അതെല്ലാം കൂടെ വാരി അവര് ചാക്കിലാക്കി നാരദ മഹർഷിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി കൊടുക്കും, ഭഗവാന്റെ തലവേദന മാറട്ടെ. അപ്പൊ നാരദ മഹർഷി പറഞ്ഞു, നിങ്ങൾ നരകത്തിൽ പോകും, നിങ്ങളുടെ പാദത്തിലെ മണ്ണ് കൃഷ്ണന്റെ നെറ്റിയിൽ പുരട്ടിയല്ല. അപ്പൊ അവരെന്താ മറുപടി പറഞ്ഞത്? ഞങ്ങള് ഭഗവാന് വേണ്ടി ഞങ്ങൾ നരകത്തിലും കിടക്കാൻ തയ്യാറാണ്, പക്ഷെ ഭഗവാന്റെ തലവേദന മാറണം. ഇതാണ് ശുദ്ധഭക്തി എന്ന് പറയുന്നത്. അതിന്റെ റിസൾട്ട് എന്താണ്? നരകത്തിൽ പോകുമോ എന്നൊന്നും അവർക്ക് ചിന്തയില്ല. നരകത്തിൽ പോകാനും അവർ തയ്യാറാണ്. പക്ഷെ ഭഗവാന്റെ സന്തുഷ്ടി, ഭഗവാന്റെ സന്തോഷം, അതാണ് ശുദ്ധഭക്തന്മാരുടെ ലക്ഷ്യം. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അത് സഹിക്കാൻ നമ്മൾ തയ്യാറാവണം. പക്ഷെ നമ്മൾ ഭക്തിയുടെ സേവനത്തിൽ ഉറച്ചു നിന്ന് അതിലൂടെ മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളുടെ അവബോധത്തില് ഭഗവാനെ കുറിച്ചുള്ള ചിന്തകള് നിറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭാവിയിലെ സ്വഗേഹത്തിലേക്ക്, ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് ഉറപ്പിക്കാം. അപ്പം യഥാമ പ്രപദ്യന്തേ താം തദൈവ ഭജാമ്യഹം. അതായത് നമ്മൾ ഏത് തരത്തില് ഭഗവാനോട് അപ്രോച്ച് ചെയ്യുന്നു അതേ രീതിയിൽ ഭഗവാൻ നമ്മളോട് പ്രതികരിക്കും. അതായത് നമുക്കറിയാം, മഹാബലിയെ പാതാളത്തിലേക്ക് വിട്ടപ്പോൾ, അതായത് വാമന് അവതാരം കൊച്ചുകുട്ടിയായിട്ടാണ് വാമന അവതാരം ഇല്ലേ? കണ്ടാൽ സുന്ദരനായിട്ടുള്ള ഒരു ഉണ്ണിയാണ്. അപ്പൊ ആ ഉണ്ണിയെ കണ്ടപ്പോൾ മഹാബലിയുടെ മകൾ രത്നമാല കണ്ടപ്പോൾ മനസ്സിൽ കരുതി, എനിക്ക് ഇതേപോലെ ഒരു മകൻ, ഒരു ഉണ്ണി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് രത്നമാല ചിന്തിച്ചു. അപ്പൊ ഭഗവാൻ ഇത് മനസ്സിലാക്കി. ഭഗവാനെ ആരുടെയും ഭാവം ഭഗവാൻ പെട്ടെന്ന് പിടിച്ചെടുക്കും. അപ്പൊ ഭഗവാൻ പറഞ്ഞു തഥാസ്തു. അത് കഴിഞ്ഞ് മഹാബലിയെ അടുത്ത് വന്നു വാമനമൂർത്തി. മഹാബലിയെ അനുഗ്രഹിച്ച് പാതാളത്തിലേക്ക് പറഞ്ഞു വിട്ടു. ആ സമയത്ത് രത്നമാല, എന്റെ കയ്യിൽ ഇവനെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇവനെ ശരിയാക്കിയേനെമെന്ന് രത്നമാല മനസ്സില് കരുതി. അതും ഭഗവാൻ മനസ്സിലാക്കി, അതും തഥാസ്തു പറഞ്ഞു. അങ്ങനെയാണ് ആ രത്നമാലയാണ് പൂതനയായിട്ട് അവതരിക്കുന്നത്. ഒരേ സമയം ഉണ്ണിയായിട്ടും കിട്ടി, പാല് കൊടുക്കാനും സാധിച്ചു. അതേസമയം ആ ഉണ്ണിയുടെ കൈകൊണ്ട് മരണവും കിട്ടി. അപ്പൊ അമ്മയുടെ സ്ഥാനവും കിട്ടി പൂതനയ്ക്ക്, തന്റെ ഉണ്ണിയായിട്ട് ഭഗവാനെയും കിട്ടി. രത്നമാലയുടെ ആഗ്രഹം സാധിക്കുകയും ചെയ്തു. പക്ഷെ സംഭവിച്ചത് തിരിച്ചാണ് ഇല്ലേ? ഭഗവാന് ആ പൂതനയെ വധിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം പൂതനയ്ക്ക് കിട്ടി. അപ്പം നമ്മൾ എന്ത് മനസ്സിൽ ചിന്തിച്ചാലും അത് ഭഗവാൻ അറിയും എന്നുള്ളത് ഉറപ്പാണ്. ഇനി അടുത്ത ശ്ലോകം, അടുത്തതും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. സമോഹം സർവഭൂതേഷു നമേ ദ്വേഷ്യോ അസ്തി ന പ്രിയഃ യേ ഭജന്തി തു മാം ഭക്ത്യാ മയി തേ തേഷു ചാപ്യഹം. ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, സമോഹം സർവഭൂതേഷു, ഞാൻ എല്ലാ ഭൂതങ്ങളിലും എല്ലാ ജീവജാലങ്ങളോടും ഞാൻ ഒരേപോലെ പെരുമാറുന്നു എന്ന്. എനിക്ക് ആരോടും ദേഷ്യമില്ല, എനിക്ക് ആരോടും സ്നേഹവുമില്ല. അതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. എനിക്ക് ആരും പ്രിയപ്പെട്ടവരായിട്ടില്ല, എന്നാൽ ഞാൻ ആരെയും വെറുക്കുന്നുമില്ല. പക്ഷെ ആരാണോ ഭക്തിയോടെ എന്നെ ആരാധിക്കുന്നത് അവരിലുണ്ട്, അവരോട് ഞാൻ അല്പം ചായ്വ് കാണിക്കുന്നു എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഭഗവാൻ എല്ലാവരിലും സമഭാവനയാണ് ഉള്ളതെങ്കിൽ നമുക്കൊരു സംശയം തോന്നാം.
ആരോടും പ്രത്യേകിച്ച് മമതയില്ലെങ്കിൽ ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള സേവനത്തിൽ മുഴുകിയിരിക്കുന്നവരിൽ ഭഗവാൻ എന്തിന് സവിശേഷ താല്പര്യം കാണിക്കുന്നു എന്ന് നമുക്ക് ചോദിക്കാം, ഇല്ലേ? കാരണം എന്താണ്? അവര് ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇപ്പോ അച്ഛനമ്മമാർക്ക് 10 മക്കളുണ്ടെന്ന് വിചാരിക്കല്ല, അതിൽ ഏതെങ്കിലും ഒരു കുട്ടി അനുസരണയോടെ എല്ലാ കാര്യത്തിലും സമർത്ഥനാണെങ്കിൽ അച്ഛനമ്മമാർക്ക് ഒരല്പം ചായ്വ് ആ കുട്ടിയോടുണ്ടാവും, ഇല്ലേ? അതേപോലെയാണ് ഭഗവാൻ ഇവിടെ കാണിക്കുന്നത് മാത്രം. ഭഗവാൻ എല്ലാവരോടും സ്നേഹമുണ്ട്, വാത്സല്യമുണ്ട്, ആരോടും വിദ്വേഷമില്ല. പക്ഷെ ആരാണോ ഭക്തിപൂർവ്വം ഭഗവാനെ ആരാധിക്കുന്നത് അവരോട് ഭഗവാൻ അല്പം ചായ്വ് കാണിക്കും. അതിന് നമുക്ക് ഭഗവാനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇത് സ്വാഭാവികമാണ്. ഈ ഭൗതിക ലോകത്തിൽ ഒരാൾ എത്ര തന്നെ ഉദാരനും ധർമ്മിഷ്ഠനുമായാലും ശരി, സ്വന്തം മക്കളിൽ കൂടുതൽ താല്പര്യം പ്രദർശിപ്പിക്കാറുണ്ട്. ഏതൊരു ജീവാത്മാവും ഏതൊരാകൃതിയിലായിരുന്നാലും, അതായത് ഏത് ജീവജാലങ്ങളായാലും, പക്ഷികളായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, വൃക്ഷലതാദികളായിക്കോട്ടെ, എല്ലാവരിലും ഭഗവാന്റെ കൃപ ഭഗവാൻ ചൊരിയുന്നുണ്ട്. അപ്പം ഇവിടെ ഭഗവാൻ പാർഷ്യാലിറ്റി കാണിക്കുന്നു എന്ന് പറഞ്ഞു, ഇല്ലേ? ഭഗവാന് വേണ്ടി ഭഗവാന്റെ ഭക്തിയുടെ സേവനം ചെയ്യുന്നവരോട്, ഭഗവാനിൽ പരിപൂർണമായിട്ട് സമർപ്പിതരായവരോട്. അതെങ്ങനെയാണ് ഭഗവാൻ പാർഷ്യാലിറ്റി കാണിക്കുന്നത്? എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളില് ഭഗവാൻ തന്നെയാണ് പരമാത്മ ചൈതന്യമായിട്ട് കുടികൊള്ളുന്നത്, ഇല്ലേ? അക്കാര്യത്തില് അങ്ങനെ ആ നിലയ്ക്ക് ഭഗവാൻ ഒരു പാർഷ്യാലിറ്റിയും കാണിക്കുന്നില്ല. പക്ഷെ ഭഗവാൻ എന്ന നിലയ്ക്ക് ഭഗവാന് വേണ്ടി ആരാണോ സേവനം ചെയ്യുന്നത് അവരോട് ഭഗവാൻ ഒരല്പം ചായ്വ് കാണിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിലെ ഭാവാർത്ഥത്തില് ശ്രീല പ്രഭുപാദര് നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ മഴക്കാറിനെ, മഴയെ ആണ് പ്രഭുപാദര് പറയുന്നത്. അതായത് മഴക്കാറ് മഴ പെയ്യിക്കുന്നുണ്ട്, ഇല്ലേ? അത് ഭൂമിയിലോ കുന്നിൻ പുറത്തോ വെള്ളത്തിലാണോ ചെന്ന് വീഴുന്നതെന്ന് നോക്കാറേ ഇല്ല. എല്ലായിടത്തും മഴവെള്ളം പതിക്കുന്നുണ്ട്. അതുപോലെ എല്ലാ ഭക്തന്മാരിലും ഭഗവാന് പ്രത്യേക താല്പര്യമുണ്ട്. അങ്ങനെയുള്ള ആ പരിശുദ്ധ ഭക്തന്മാരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണ്? അവരെപ്പോഴും ഭഗവത് സ്മരണയിലാണ്, എപ്പോഴും ഭഗവാന് വേണ്ടിയാണ് അവര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആധ്യാത്മിക തലത്തിലാണ് പരിശുദ്ധ ഭക്തന്മാര് സ്ഥിതി ചെയ്യുന്നത്. അവര് ജീവൻ മുക്താത്മാക്കളാണ്. അവര് ഈ ഭൗതിക തലത്തിൽ ഇരുന്നാലും അവരുടെ അവബോധം എപ്പോഴും ആധ്യാത്മിക തലത്തിലായിരിക്കും. അവരുടെ പ്രവൃത്തിയും സംസാരവും എല്ലാം തന്നെ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളിലാവും. ആധ്യാത്മികമായി അവരെപ്പോഴും കൃഷ്ണനിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ടാണ് കൃഷ്ണാവബോധം എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാല് എപ്പോഴും അവബോധത്തില് ഭഗവാനെ കുറിച്ചുള്ള സ്മരണ നിലനിർത്തുക. എന്ത് ചിന്തിച്ചാലും അത് ഭഗവാനെ കുറിച്ചുള്ള ചിന്തകളായിരിക്കും. അവരെ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ അവരെ ഭക്തിയോഗ്യകള് ആയിരിക്കും. ഇപ്പൊ നമുക്ക് രാമായണത്തിലൊരു ഉദാഹരണമുണ്ട്. വിഭീഷണൻ, ഇല്ല, രാവണൻ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ വിഭീഷണൻ എന്ത് ചെയ്തു? ശ്രീരാമന്റെ അടുക്കൽ അഭയം തേടി, ഇല്ലേ? ഇപ്പൊ വിഭീഷണൻ വരുന്നത് കണ്ടപ്പോൾ എല്ലാവരും ഉപദേശിച്ചു, അവിടുന്ന് വിഭീഷണനെ സ്വീകരിക്കരുത്, ആപത്താണ് എന്ന്. പക്ഷെ ശ്രീരാമചന്ദ്രൻ പുഞ്ചിരിയോടെ സ്വീകരിച്ചു. ലങ്കാധിപ വരൂ വരൂ എന്നാണ് സംബോധന ചെയ്തത് വിഭീഷണനെ, ഇല്ലേ? അദ്ദേഹം ദുഷ്ടനാണ്, രാവണന്റെ സഹോദരനാണ് എന്നൊരു പാർഷ്യാലിറ്റി അവിടെ കാണിച്ചോ? ഇല്ല. ശ്രീരാമചന്ദ്രൻ പറഞ്ഞ പോലെ രാവണവധത്തിന് ശേഷം വിഭീഷണനെ രാജാവാക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് ഒരു തരത്തിലും ഭഗവാൻ പാർഷ്യാലിറ്റി കാണിച്ചു എന്ന് പറയാൻ പറ്റില്ല. വിഭീഷണൻ ഭക്തനാണ്, രാമഭക്തനാണ് വിഭീഷണൻ. അപ്പം ഏതവസ്ഥയിലും തന്റെ ഭക്തന്മാർക്ക് ഒരു തരത്തിലും നാശം നേരിടാന് ഭഗവാൻ സമ്മതിക്കില്ല. നമേ ഭക്ത പ്രണശ്യതി, ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്, അർജുന നീ ഉച്ചത്തിൽ വിളിച്ചു പറയൂ, എന്റെ ഭക്തന്മാർക്ക് നാശമുണ്ടാവില്ല എന്ന്. അപ്പൊ ആരാണ് പരിപൂർണമായിട്ട് ഭഗവാനിൽ അഭയം തേടുന്നത്, ഭഗവാനിൽ ശരണാഗതി അടയുന്നത്, അവരെ ഭഗവാൻ പ്രൊട്ടക്ട് ചെയ്യും, സംരക്ഷിക്കും എന്നാണ് നമ്മളിവിടെ അർത്ഥമെടുക്കേണ്ടത്. അപ്പം ഭഗവാന് ഭക്തനും ബോധവാന്മാരാകുന്നത് കൊണ്ടാണ് ഭഗവാന് ഭക്തന് തമ്മിലുള്ള ഒരു ബന്ധം അവിടെ ഉണ്ടാകുന്നത്, ആധ്യാത്മിക ബന്ധം ഉണ്ടാകുന്നത്. ഒരു ജീവാത്മാവ് ഭഗവത് സേവനത്തിൽ മുഴുകുമ്പോൾ ആ ഒരു രത്നത്തിന്റെ ആ ശോഭ ആ ഭക്തന് കൈവരിക്കാൻ സാധിക്കുന്നു എന്ന് ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്. അവര് ഭഗവാനാണ് വൈരക്കല്ലെന്ന് പറയുന്നത്. അപ്പൊ ആ ഭഗവാന് ഭക്തന് തമ്മിലുള്ള ബന്ധം അത്ര സുശോഭമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
വിശുദ്ധ അവസ്ഥയിലുള്ള ജീവാത്മാക്കളാണ് ഭക്തന്മാരെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ എപ്പോഴും എപ്പോഴും ഭക്തന്മാരുടെ കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നത്. അതേസമയം നിരാകാരത്തിലെ ഭഗവാന്റെ രൂപമില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ ആരാധിക്കുന്നവർക്ക് ഒരിക്കലും ഈ ആനന്ദം കൈവരിക്കാൻ, അതായത് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം, ആ ആനന്ദം അനുഭവിക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം രൂപമില്ലാത്ത ഒരു വസ്തുവിനെ ആരാധിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ല. നമ്മള് ഒരു പൂവിനെ സങ്കല്പിച്ചാൽ നമ്മളുടെ ഉള്ളില് നമുക്ക് ഇഷ്ടമുള്ള ഒരു പൂവിന്റെ രൂപം നമ്മളുടെ ഉള്ളിൽ വരും, ഇല്ലേ? ഒരു ബുക്ക്, നമുക്ക് ഇഷ്ടമുള്ള ഒരു ബുക്കിന്റെ രൂപം നമ്മളുടെ ഉള്ളിൽ വരും. അപ്പൊ ഭഗവാൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു രൂപമുണ്ട് നമ്മളുടെ ഉള്ളില്. ത്രിഭംഗ സുന്ദരനായിട്ട് ഓടക്കുഴലിൽ പിടിച്ച കാലുകൾ പിണച്ചു വെച്ച് നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള അതിസുന്ദരനായിട്ടുള്ള കൃഷ്ണൻ, അതാണ് നമ്മളുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നത്. അപ്പോൾ ഒരു രൂപമില്ലെങ്കിൽ നമുക്കൊന്നിനെയും ആരാധിക്കാനും നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് രൂപമില്ലാത്ത ഒരു വസ്തുവിനെ ആരാധിക്കുന്നവർക്ക് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം, ആ ആനന്ദം അനുഭവിക്കാൻ അവർക്ക് ഒരിക്കലും സാധിക്കില്ല. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഭഗവാൻ ഒരു കൽപ്പവൃക്ഷമാണ് എന്ന്. ആരെന്താഗ്രഹിച്ചാൽ അത് ഭൗതികമായാലും ആധ്യാത്മികമായാലും ഭഗവാൻ അത് സാധിച്ചു കൊടുക്കും എന്ന്. പക്ഷെ ഭക്തന്മാരുടെ ഭക്തിപൂർവ്വം ഭക്തിയുടെ സേവനം ചെയ്യുന്നവരോട് ഭഗവാൻ ഒരു ചെറിയ ചായ്വ് കാണിക്കുകയും ചെയ്യും. കാരണം എന്താണ്? അവരോട് ഉള്ള കാരുണ്യമാണ് ഇത്. അവരോട് കൂടുതൽ കാരുണ്യം കാണിക്കുന്നു ഭഗവാൻ. കാരണം ഭഗവാന് വേണ്ടിയാണ് അവരെ കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അവരോട് ഭഗവാൻ പ്രത്യേക താല്പര്യം കാണിക്കുന്നുണ്ട്. പക്ഷെ ആരെയും ഭഗവാൻ ഉപേക്ഷിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാന് ഭക്തന്മാര് സ്ഥിതി ചെയ്യുന്ന ആധ്യാത്മിക തലത്തിന് സ്വാഭാവികമായതാണ് ഈ പാർഷ്യാലിറ്റി അല്ലെങ്കിൽ ഈ കാരുണ്യം എന്ന് പറയുന്നത്. അപ്പം ഭഗവാന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും അത് ഭൗതികമായിട്ടുള്ള പ്രവർത്തനമാകുന്നില്ല, അത് ആധ്യാത്മിക പ്രവർത്തനമാണ് എല്ലാം തന്നെ. സച്ചിദാനന്ദ പൂർണ്ണമായ ആധ്യാത്മിക ലോകത്തിലെ ഘടകമായിട്ടാണ് അത് കണക്കാക്കുന്നത്. പക്ഷേ ഭഗവാനാകുന്ന ഈ കൽപ്പവൃക്ഷം ഒരു പരിധി വിട്ട് അതിനപ്പുറത്തേക്ക് പോവുകയുമില്ല. അതും നമ്മൾ മനസ്സിൽ ഓർമ്മിക്കണം എപ്പോഴും. ഇനി അടുത്ത ശ്ലോകം. അഭിചേത്സു ദുരാചാരോ ഭജനേ മാം അനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സാം. ഇനിയും നമ്മൾ ഭക്തിയുടെ സേവനം ചെയ്യുന്നുണ്ട്, നമുക്കൊക്കെ പിഴവുകൾ സംഭവിക്കാം, ഇല്ലേ? നമ്മളുടെ 4 ന്യൂനതകളിൽ ഒന്നാണ് നമുക്ക് തെറ്റ് പറ്റാം. ഭഗവത്ഗീതയുടെ അവതാരികയില് 4 ന്യൂനതകൾ കൊടുത്തിട്ടുണ്ട് മനുഷ്യരുടെ. അതിലൊന്നാണ് നമുക്ക് തെറ്റ് ചെയ്യാനുള്ള പ്രവണതയുണ്ട്. അപ്പം നമ്മൾ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുകയാണെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് തെറ്റ് പറ്റാം. അങ്ങനെ തെറ്റ് സംഭവിച്ചാൽ ഭഗവാൻ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. ഒരാൾ അത്യന്തം ഹീനമായ ഒരു ദുഷ്കർമ്മം ചെയ്താൽ പോലും ഭക്തിപൂർവ്വം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം അയാളെ സാധു എന്ന് കരുതണം. കാരണം തൻ്റെ ദൃഢവിശ്വാസത്തിൽ അദ്ദേഹം ശരിയായി വർത്തിക്കുന്നു. അപ്പം നമ്മൾ തെറ്റ് ചെയ്താലും നമ്മൾ ചെയ്യുന്ന സേവനത്തിൽ എന്തെങ്കിലും പിഴവുകൾ നമ്മൾ അറിയാതെ സംഭവിച്ചാലും ഭഗവാൻ അത് പൊറുക്കും. പക്ഷെ ഭഗവാൻ പൊറുക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് തുടർന്നു കഴിഞ്ഞാൽ നമ്മളോട് ഭഗവാൻ പൊറുക്കില്ല എന്ന് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കുക. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ കൃഷ്ണാവബോധത്തിൽ, അതായത് ഗൃഹസ്ഥരാണ് കൂടുതലും കൃഷ്ണാവബോധത്തിലുള്ളത്. അപ്പൊ ഗൃഹസ്ഥരാകുമ്പോൾ അവർക്ക് ഭൗതികമായിട്ടുള്ള കടമകളും ചെയ്യണം, ആധ്യാത്മികമായിട്ടുള്ള കടമകളും നമുക്ക് ചെയ്യേണ്ടി വരും. രണ്ടും പാരലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അപ്പൊ സമയക്കുറവുകൾ ഉണ്ടാവാം, ചിലപ്പോൾ സ്പീഡിൽ അതിവേഗതയിലാവും ഓരോന്നും ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിഴവുകൾ സംഭവിക്കുക സ്വാഭാവികമാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ തെറ്റ് ഭഗവാൻ പൊറുക്കില്ല. അതുപോലെ തന്നെ പിഴവുകൾ എപ്പോഴും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരുന്നാലും അതും ഭഗവാൻ ക്ഷമിക്കില്ല. നമ്മൾ ശ്രദ്ധാപൂർവം വേണം. ഭക്തി എത്ര തിരക്കുണ്ടെങ്കിലും ഭഗവാന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് തെറ്റുകൂടാതെ ഭഗവത് സേവനം ചെയ്യാനും നമുക്ക് സാധിക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിലെ പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ ഗുരുവിനെ വിട്ട് ആ ഗുരു വന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോ തവണ അധപ്പതിക്കും തോറും ഗുരു വന്ന് വീണ്ടും വീണ്ടും നമ്മളെ ശിക്ഷിച്ച് നമ്മളെ ഉയർത്തി കൊണ്ടുവരാനാണ് ആധ്യാത്മിക ഗുരു നമ്മളെ ശ്രമിക്കുന്നത്. അതിനായിട്ടാണ് ഭഗവാൻ ഗുരുവിനെ അയക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ. ഇവിടെ സുദുരാചാര എന്ന വാക്ക് ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. ആ സുദുരാചാര എന്ന വാക്ക് നമ്മൾ ആഴത്തില് മനസ്സിലാക്കണം. അതായത് സുദുരാചാര പറഞ്ഞാൽ എത്ര വലിയ പാപിയായിരുന്നാലും, എത്ര വലിയ ദുർമാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നവനായാലും
ആ വ്യക്തി ഭക്തിപൂർവ്വം ഭഗവത് സേവനത്തിൽ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഭഗവാൻ സ്വീകരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ബദ്ധനായ ജീവാത്മാവിന്റെ പ്രവർത്തനം രണ്ടു തരത്തിലാണ്. ഒന്ന് ബദ്ധാവസ്ഥ സഹജം, മറ്റേത് മൗലികം. ഇപ്പൊ ദുർമാർഗത്തിൽ കൂടി പോയത് നമുക്കറിയാം. അജാമിളൻ ജനിച്ചത് ബ്രാഹ്മണ കുടുംബത്തിലാണ്, ഇല്ലേ? എല്ലാ പണ്ഡിതനായിരുന്നു, വേദങ്ങളും ഒക്കെ പഠിച്ച് നല്ല ഒരു ഭക്തനായിരുന്നു അജാമിളൻ. പക്ഷെ യജ്ഞത്തിനായിട്ട് വിറക് ശേഖരിക്കാൻ കാട്ടിൽ പോയി ഒരു വേശ്യ സ്ത്രീ ആരുമായിട്ട് സല്ലപിക്കുന്നത് കണ്ടിട്ട് അജാമിളനിൽ ഉറങ്ങിക്കിടന്ന ദുഷ്ടവാസന പുറത്തു വന്നു. പിന്നീട് ആ വേശ്യ സ്ത്രീ മൊത്തമായി ജീവിതം. അപ്പൊ സന്മാർഗത്തിൽ നടന്ന വ്യക്തി അധപ്പതിക്കുകയാണ് ചെയ്തത്. പിന്നീട് കാലക്രമേണ സാധുക്കളുടെ ചാതുർമാസ്യം നോൽക്കാൻ വന്ന സാധുക്കളുടെ സഹായത്താൽ ആ സമയം ആ വേശ്യ സ്ത്രീ ഗർഭിണിയായിരുന്നു. അപ്പൊ അവര് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവര് പറഞ്ഞു, ഈ പിറക്കുന്ന കുട്ടിക്ക് നാരായണൻ എന്ന് പേരിടണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് അജാമിളൻ ആ കുട്ടിക്ക് നാരായണൻ എന്ന് പേരിടുകയും അജാമിളന്റെ അന്ത്യ നിമിഷത്തില് യമദൂതന്മാര് വന്നപ്പോ യമദൂതന്മാരെ കണ്ടു ഭയന്ന് നാരായണ നാരായണ എന്ന് ഉച്ചത്തിൽ വിളിച്ചത്. ഉദ്ദേശിച്ചത് മകനെയാണെങ്കിലും വിളിച്ചത് ഭഗവാന്റെ നാമമാണ്, ഭഗവാനെയാണ് വിളിച്ചത്. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ അത്ര കാരുണ്യവാനാണ്. ഭഗവാൻ വേഗം വിഷ്ണുദൂതന്മാരെ അജാമിളന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. പിന്നീട് വിഷ്ണുദൂതന്മാരും യമദൂതന്മാരും തമ്മിലുള്ള സംവാദം ഇത് ഭാഗവതത്തിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അവസാനം യമദൂതന്മാരെ യമലോകത്ത് ചെന്ന് യമധർമ്മനോട് പറയും, ഇതെന്തിനാണ് ഇത്ര പാപിയായിട്ടുള്ള ആളിന്റെ അടുക്കൽ, ആത്മാവിന്റെ അടുക്കൽ എന്തിനാണ് വിഷ്ണുദൂതന്മാര് വന്നത് എന്ന്. അപ്പൊ യമധർമ്മൻ പറയും, അന്ത്യനിമിഷത്തിൽ അവൻ അറിയാതെയാണെങ്കിൽ പോലും ഭഗവാന്റെ നാമം ഉച്ചരിച്ചു, അതുകൊണ്ടാണ് അവിടെ വിഷ്ണുദൂതന്മാരെത്തിയത്. ഇനിമേലിൽ ആരാണോ ഭഗവാന്റെ തിരുനാമം ഉച്ചരിക്കുന്നത്, ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുന്നത്, അവരുടെ അടുത്ത് നിങ്ങൾ പോകാൻ പാടില്ല എന്ന് യമദൂതന്മാരെ ഉപദേശിക്കുന്നുണ്ട് യമധർമ്മൻ. ഇതാണ് ഭഗവാന്റെ തിരുനാമത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. എത്ര പാപിയായിരുന്നാലും ഭഗവാന്റെ തിരുനാമം ഒരു പ്രാവശ്യമെങ്കിലും ഉരുവിട്ടുവെങ്കിൽ ഭഗവാൻ അത് മറക്കില്ല. അപ്പം ഏത് ഭക്തനായാലും ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നവർക്ക് ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളും അതോടൊപ്പം തന്നെ ആധ്യാത്മികമായിട്ടുള്ള പ്രവൃത്തികളിലും ഏർപ്പെടേണ്ടി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. പക്ഷെ അതൊക്കെ മാറ്റിവെച്ചിട്ട് ഭഗവാന്റെ സേവനത്തിൽ മുഴുകണം എന്നാണ് ഇവിടെ ശ്രീല പ്രഭുപാദര് പറയുന്നത്. അപ്പം ഭൗതികമായിട്ടുള്ള പ്രവൃത്തികൾ ഒരു ജീവനുണ്ട്, അതുപോലെ തന്നെ ആധ്യാത്മികമായിട്ടുള്ള പ്രവൃത്തികളും ഒരു ജീവന് ചെയ്യണമെന്നുള്ളത് ഓരോ ആത്മാക്കളും മനസ്സിലാക്കണം. ഇതൊക്കെ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഉള്ളിലുള്ള വാസനകളാണ് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്. അത് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന വാസനയെ നമ്മൾ ഉണർത്തിയെടുക്കണം. ഭഗവാന്റെ ഭക്തിയുടെ സേവനം എന്ന് പറയുന്നത് എല്ലാവരിലും ഡോർമെന്റഡ് ആണ്, ഉറങ്ങിക്കിടക്കുന്നതാണ്. അതിനെ നമ്മൾ ഉണർത്തിയെടുക്കണം. ഇതിനെയാണ് ഭക്തിപൂർവമുള്ള സേവനം എന്ന് പറയുന്നത്. നമ്മൾ ബദ്ധാവസ്ഥയിൽ ചിലപ്പോൾ ഈ സേവന കർമ്മവും ശരീര സംബന്ധിയായിട്ടുള്ള കർമ്മങ്ങളും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇതെല്ലാം ഒരു പാരലൽ ലൈൻ പോലെ, സമാന്തര രേഖകൾ പോലെയാണ് മുന്നോട്ട് പോകുന്നത്. ചിലപ്പോഴിത് ഒന്നിനൊന്ന് വിപരീതമായിട്ടും വരും. അതാണ് ഞാൻ പറഞ്ഞത്, പിഴവ് പറ്റാറുണ്ട് എന്ന്. പക്ഷേ ഒരു ഭക്തൻ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുമ്പോൾ പരിപൂർണ ശ്രദ്ധയോടെയായിരിക്കും ആ സേവനം ചെയ്യുക. അപ്പോൾ അതിൽ പിഴവ് വരാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും അറിയാതെ ഏതെങ്കിലും തരത്തിലുള്ള പിഴവ് വന്നാൽ ഭഗവാൻ അത് പൊറുക്കുക തന്നെ ചെയ്യും. കാരണം എന്താണ്? ഭക്തൻ അറിയാം തന്റെ സേവനത്തിൽ എന്തെങ്കിലും കുറവ് വന്നാൽ കൃഷ്ണാവബോധത്തിന്റെ പുരോഗതിയെ അത് ബാധിക്കുമെന്ന ഭക്തനെ അറിയാം. നമുക്കറിയാം സുഗ്രീവൻ അല്ലെ, സുഗ്രീവന്റെ കാര്യം. ബാലിവധത്തിന് ശേഷം ശ്രീരാമചന്ദ്രൻ സുഗ്രീവനെ രാജ്യഭരണത്തിലാക്കി. അപ്പോഴേക്കും ചാതുർമാസ്യമായി. ശ്രീരാമൻ ലക്ഷ്മണനും ഒക്കെ ചാതുർമാസ്യ വ്രതത്തിലായി. അപ്പം ശ്രീരാമചന്ദ്രൻ പ്രത്യേകം സുഗ്രീവനോട് ഉപദേശിച്ചിരുന്നു, ചാതുർമാസ്യം കഴിഞ്ഞു കഴിഞ്ഞാല് ലങ്കയിലേക്ക് പോകാനുള്ള വഴി കണ്ടെത്തണം, എങ്ങനെയാണ് ലങ്ക കടക്കുക എന്നുള്ളത് കണ്ടെത്തണം എന്ന് പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു. പക്ഷെ സുഗ്രീവൻ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ മായയിൽപ്പെട്ട് അതില് മുഴുകിയിരുന്നു. ചാതുർമാസ്യം കടന്നു പോയതൊന്നും സുഗ്രീവൻ അറിഞ്ഞില്ല. അപ്പൊ ശ്രീരാമചന്ദ്രനെ എന്ത് ചെയ്തു? ദേഷ്യം വന്നിട്ട് ലക്ഷ്മണനെ പറഞ്ഞു വിട്ടു. അവന് സുഗ്രീവനെ ഓർമ്മപ്പെടുത്തു. ലക്ഷ്മണൻ ആരാണ്? ഗുരുവിന്റെ സ്ഥാനമാണ് ലക്ഷ്മണൻ. ലക്ഷ്മണൻ
അത് നമുക്കറിയാം ലക്ഷ്മണന്റെ സ്വഭാവം, പെട്ടെന്ന് ചൂടാവും ഇല്ലേ. ലക്ഷ്മണൻ വളരെ കുപിതനായിട്ടാണ് കിഷ്കിന്ധയിലേക്ക് വന്നത്. ഇത് കണ്ടിട്ട് അവിടെയുള്ള വാനരന്മാർ ഓടിച്ചെന്ന് സുഗ്രീവന്റെ അടുത്ത് പറഞ്ഞു, ലക്ഷ്മണൻ വരുന്നുണ്ട്, വളരെ കോപത്തോടെയാണ് വരുന്നത്, എന്ത് ചെയ്യണമെന്ന്. അപ്പൊ സുഗ്രീവൻ അപ്പോഴാണ് ഓർമ്മിക്കുന്നത്, സമയം കടന്നുപോയത് അറിഞ്ഞില്ലല്ലോ എന്ന്. പെട്ടെന്ന് താരയെ പറഞ്ഞു വിട്ടു ലക്ഷ്മണനെ ശാന്തനാക്കാൻ. എന്നിട്ട് താര ചെന്ന് സ്നേഹപൂർവം ലക്ഷ്മണനെ ശാന്തനാക്കി സുഗ്രീവന്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഭക്തിയുടെ സേവനത്തിന്റെ കാര്യങ്ങൾ മറക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പിഴവ് പറ്റിയാല് ഭഗവാൻ ഗുരുവിൽ കൂടി നമ്മളെ അത് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഗുരു നമ്മളെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യും. നമുക്കറിയില്ല, നമുക്കറിയാതിരിക്കുമ്പോഴാണ് ഏതെങ്കിലും തരത്തിൽ നമുക്ക് അടി കിട്ടുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ട് എന്ന്. ഉടൻ തന്നെ നമ്മൾ അത് തിരുത്തി കൂടുതൽ ശ്രദ്ധയോടെ സേവനത്തിൽ ഏർപ്പെടാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അപ്പൊ ഭഗവാൻ ശിക്ഷിക്കുന്നത് നമ്മളെ നന്നാക്കാനാണ്, അല്ലാണ്ട് ഭഗവാൻ ദേഷ്യം കൊണ്ടല്ല ശിക്ഷിക്കുക. എത്രയും വേഗം ഈ ആത്മാക്കളെ ഭഗവാന്റെ അടുക്കൽ എത്തണം എന്നാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അതില്ലാന്ന് കാണുമ്പോഴാണ് ഭഗവാൻ നമുക്ക് പലതരത്തിലും നമുക്ക് ശിക്ഷകൾ തരുന്നത്. അത് പലതരത്തിലുള്ള ദുഃഖങ്ങളാവാം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു വ്യക്തി എത്ര പതിതനായിരുന്നാലും ഉള്ളഴിഞ്ഞ് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം ഹൃദയസ്ഥനായ ഭഗവാൻ ആ വ്യക്തിയെ വിശുദ്ധീകരിച്ച് മാപ്പ് കൊടുക്കുമെന്ന് ഭാഗവതം പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരെയും ബാധിക്കും. എത്ര ഉയർന്ന തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭക്തന്മാർക്ക് പോലും തെറ്റുകൾ പറ്റാറുണ്ട്. പിന്നെ നമ്മളെ പോലുള്ള പതിതാത്മാക്കളുടെ കാര്യം പറയേണ്ട ആവശ്യമേ ഇല്ല. അപ്പം നമ്മൾ എപ്പോഴും ബോധവാനായിരിക്കണം. ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ ആ സേവനം ചെയ്യാനായിട്ട്. പക്ഷെ സന്ദർഭവശാൽ സംഭവിക്കുന്ന അത്തരം ഒരു വീഴ്ചയെ ഉടനെ തന്നെ പരിഹരിക്കാൻ കഴിവുണ്ട് കൃഷ്ണാവബോധത്തിന്. ഭക്തിയുടെ സേവന പ്രക്രിയയിൽ ഒരിക്കലും പരാജയം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പിഴവ് പറ്റിയ ഭക്തനെ മറ്റുള്ള ഭക്തന്മാരൊരിക്കലും പരിഹസിക്കാനോ നിന്ദിക്കാനോ പാടില്ല എന്ന് പ്രത്യേകം ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്. ഇത് സ്വാഭാവികമാണ്. വീഴ്ചകൾ ഉണ്ടാകാത്ത ആരും ഉണ്ടാവില്ല. പക്ഷെ അത് പരസ്പരം കുറ്റപ്പെടുത്താന് പാടില്ല എന്ന് ശ്രീല പ്രഭുപാദര് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യാദൃശ്ചികമായൊരു മാർഗഭ്രംശം പറ്റിപ്പോയെന്ന് വെച്ചാൽ ഭക്തൻ അപഹസിക്കപ്പെട്ടുകൂടാ എന്ന് ഭക്തന്മാരല്ലാത്തവർക്ക് ഒരു താക്കീത് നൽകലാണ് ഇവിടെ ചെയ്യുന്നത്. സാധുരേവ സമന്തവ്യം, സാധുരേവ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നിയമം അനുസരിക്കാതെ യാദൃശ്ചിക പതനത്തിൽ ഒരാൾ ഭക്തനെ നിന്ദിക്കുമെങ്കിൽ ഭഗവാന്റെ ആജ്ഞകളെ അനുസരിക്കുന്നില്ല എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പൊ ഭക്തന്റെ മുഖ്യ ലക്ഷണം എന്താണ്? യാതൊരു തടസ്സവും കൂടാതെ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുന്നത് ആരാണോ അവരാണ് ഭക്തൻ, അതായത് ശുദ്ധ ഭക്തൻ എന്ന് കണക്കാക്കേണ്ടത് എന്നിവിടെ ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്. ഭക്തിപൂർവ്വം സദാ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾ എത്ര ഹീനകൃത്യങ്ങൾ ചെയ്തു പോയാലും അവയെ ചന്ദ്രനിൽ കാണാവുന്ന കളങ്കം പോലെ മാത്രമേ കരുതേണ്ടതുള്ളൂ. ചന്ദ്രനിലെ കളങ്കങ്ങൾ, കറുത്ത പാടുകൾ നമ്മളത് കണക്കാക്കാറുണ്ടോ? ഇല്ല. അതുപോലെ വേണം ശുദ്ധഭക്തന്മാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പിഴവുകൾ ഉണ്ടാവില്ല അവർക്ക്, അഥവാ ഉണ്ടായാല് അതുപോലെ കണക്കാക്കാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. കാരണം ചന്ദ്രനിൽ കളങ്കമുണ്ടെങ്കിലും നിലാവ്, നല്ല തെളിഞ്ഞ നിലാവ് ഭൂമിയിൽ എല്ലായിടത്തും പരക്കും. അതേപോലെയാണ് ശുദ്ധഭക്തന്മാര്. അല്പം പിഴവുണ്ടായാലും അവരുടെ ഭക്തിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അവര് ആധ്യാത്മിക തലത്തിൽ നിന്ന് അവര് താഴേക്കൊരിക്കലും വരില്ല. അപ്പം ഇതിന്റെ അർത്ഥം ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാമെന്നുള്ളതല്ല. അതിനുള്ള ലൈസൻസ് കിട്ടിയെന്ന് നമ്മൾ കണക്കാക്കരുത്. ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം. നമ്മൾ ഓരോ ചുവട് വെക്കുമ്പോഴും നമ്മൾ ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകാൻ. ഇല്ലെങ്കിൽ നമ്മൾ താഴേക്ക് വീഴും, നമ്മൾ സേവനത്തിൽ നിന്ന് അധപ്പതിക്കുമെന്ന് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കണം. ഇതൊക്കെയാണെങ്കിൽ ഭക്തിയുടെ സേവനം എന്ന് പറയുന്നത് സുസുഖം കർത്തും അവ്യയമാണ്, വളരെ എളുപ്പമാണ് പരിശീലിക്കാൻ. ഇനി അടുത്തത്, ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വശാന്തി നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ ഈ വരി, ഇല്ലേ? അവൻ ഇതിന്റെ വിവർത്തനത്തിൽ പറയുന്നുണ്ട്, സാധുക്കൾ വേഗത്തിൽ ധാർമ്മികനായി തീർന്ന് ശാശ്വതമായ ശാന്തി നേടുന്നു. എന്റെ ഭക്തൻ ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല എന്ന് കുന്തിപുത്ര നീ ഉറപ്പിച്ച് പ്രഖ്യാപിക്കൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് കേട്ടിട്ട് പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു ശ്ലോകമാണിത്.
7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നമാം ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തേ നരാധമ. ഇല്ലേ, ദുഷ്പ്രവർത്തികളിൽ ഏർപ്പെട്ട ഒരാൾക്ക് ഭഗവാന്റെ ഭക്തനാവാൻ സാധിക്കുന്നില്ല എന്ന് 7-ാം അധ്യായത്തില് ഭഗവാൻ പറയുന്നുണ്ട്. കാരണം എന്താണ്? ഭക്തി ഇല്ലെങ്കിൽ അവരില് സദ്ഗുണങ്ങൾ ഉണ്ടാവില്ല എന്ന് ഭഗവാൻ പറയുന്നു. അപ്പം കരുതി കൂട്ടി നമ്മൾ തെറ്റ് ചെയ്യുകയാണെങ്കിലോ നമ്മൾ താഴേക്ക് വീണു പോകും. അങ്ങനെ നമുക്ക് ശുദ്ധ ഭക്തന്റെ തലത്തിൽ എത്തിച്ചേരാൻ നമുക്ക് ഒരിക്കലും സാധിക്കാതെ വരും. നവതാ ഭക്തിയിൽ നമ്മളൊക്കെ നവതാ ഭക്തിയിൽ മുന്നോട്ട് പോകുന്നവരാണ്, അല്ലെ? ഭക്തപ്രഹ്ലാദന്റെ നവതാ ഭക്തി പിന്തുടരുന്നവരാണ് നമ്മൾ. അപ്പൊ അങ്ങനെ ഓരോ ചുവടും ശ്രവണം കീർത്തനം അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള കന്മഷങ്ങളെല്ലാം നീങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ കന്മഷങ്ങളും നീങ്ങി ശുദ്ധമായ ഹൃദയത്തിലെ ഭഗവാൻ വന്ന് ഇരുപ്പുറപ്പിക്കും, ഇല്ലേ? അഥ ശ്രീകൃഷ്ണ നാമാദി, അത് ഞാൻ മിക്കപ്പോഴും പറയാനുള്ള വരികളാണ്. രൂപ ഗോസ്വാമിയുടെ ഭക്തിരസാമൃത സിന്ധുവിലെ ശ്ലോകം. ആ തലത്തിൽ നമ്മൾ എത്തിച്ചേരാന് നമുക്ക് സാധിക്കും. അങ്ങനെ ഭഗവാൻ ആ ഭക്തനെ ശുദ്ധനാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിരന്തരമായിട്ട് നമ്മൾ ഭഗവാനെ ധ്യാനിക്കുകയും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുകയും തിരുനാമം ജപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളെല്ലാം നീങ്ങി നമുക്ക് ശുദ്ധഭക്തന്റെ തലത്തില് എത്തിച്ചേരാന് നമുക്ക് സാധിക്കും. അപ്പം നമ്മൾ ഭഗവത് സ്മരണ കൊണ്ട് നമ്മളുടെ ഹൃദയം ശുദ്ധമാകും. അതിനാണ് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം നിശ്ചിത ആവൃത്തി ജപിക്കണമെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഴ്ച പറ്റിപ്പോയാലും അതിൽ നിന്ന് ഭഗവാൻ നമ്മളെ തീർച്ചയായിട്ടും നമ്മളെ രക്ഷിക്കും. അങ്ങനെ നമുക്ക് ഭൗതികത മാലിന്യങ്ങളൊന്നും നമ്മെ ബാധിക്കുകയില്ല. വില്യമംഗലം ഠാക്കൂറിന്റെ കഥ അറിയാം. വില്യമംഗലം ഒരു വേശ്യാസ്ത്രീയുമായിട്ട് അടുപ്പത്തിലായി, ഇല്ലേ? ആ പെരുമഴയത്തെ വെള്ളപ്പൊക്കത്തിലും ഒരു ശവത്തെ തോണിയായിട്ട് കരുതി ആ ശവത്തെ പിടിച്ചുകൊണ്ട് പുഴയുടെ അക്കരെ കടന്ന ആ വേശ്യാസ്ത്രീ താമസിക്കുന്നത് വീടിന്റെ മുകളിലത്തെ നിലയിലാണ് വേശ്യാസ്ത്രീയുടെ മുറി. അതിലേക്ക് ഒരു പാമ്പ് അവിടെ തൂങ്ങി കടന്നിരുന്നു. പക്ഷെ ആ പാമ്പാണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി വില്യമംഗലത്തിനുണ്ടായില്ല. അത് കയറാണെന്ന് ധരിച്ച ആ പാമ്പിനെ പിടിച്ച് മുകളിൽ കയറി ആ മുറിയിൽ എത്തിയപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, അങ്ങ് എങ്ങനെയാണ് ഈ പെരുമഴയത്ത് വെള്ളപ്പൊക്കത്തിൽ എൻ്റെ അടുത്ത് എത്തിയതെന്ന്. അതും അന്ന് വില്യമംഗലത്തിന്റെ അച്ഛന്റെ ശ്രാദ്ധം കഴിഞ്ഞതേ ഉള്ളൂ. ആ വേശ്യാസ്ത്രീക്ക് അത്ഭുതമായി. അപ്പൊ ഉടനെ എന്താണ് ആ സ്ത്രീ പറഞ്ഞത്? വേശ്യാണെങ്കിലും ആ വേശ്യാസ്ത്രീ അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ് ചെയ്തത്. എന്നോട് കാണിച്ച താല്പര്യം അങ്ങ് ഭഗവാനോട് കാണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന ഒരൊറ്റ വാക്കാണ് വില്യമംഗലത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ആ നിമിഷം വില്യമംഗലം അവിടുന്ന് യാത്ര തിരിക്കുകയാണ് ചെയ്തത് വൃന്ദാവനത്തിലേക്ക്. അങ്ങനെ യാത്ര ചെയ്ത് കുറെ ദിവസങ്ങളായി ഒരു വിശന്നിട്ട് ഒരു ബ്രാഹ്മണന്റെ ഇല്ലത്തിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ ബ്രാഹ്മണ പത്നി അതീവ സുന്ദരിയാണ്. അവര് ഭിക്ഷയമായിട്ട് വന്നപ്പോ വില്യമംഗലത്തിന്റെ ഉറങ്ങിക്കിടന്ന വാസന ഉണർന്നു. അവരെ പ്രാപിക്കണം എന്നുള്ളൊരാഗ്രഹം. ആ സ്ത്രീ അത് തടുത്തു. അപ്പം അവരുടെ ഭർത്താവിന്റെ അടുത്ത് അപ്പൊ പറഞ്ഞു, അങ്ങ് ബ്രാഹ്മണനാണ്, ഞാൻ ഇതിന്റെ അഭിപ്രായം പറയില്ല, അങ്ങയുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന്. അപ്പൊ വില്യമംഗലത്തിന് പെട്ടെന്ന് കുറ്റബോധം തോന്നി. ആ സ്ത്രീയുടെ തലയിൽ കുത്തിയിരുന്ന ഒരു സ്ലൈഡ് വാങ്ങിച്ചിട്ട് തന്റെ രണ്ട് കണ്ണുകളും കുത്തിപ്പൊട്ടിക്കുകയാണ് ചെയ്തത്. ഈ കണ്ണ് കാരണമാണ് എനിക്ക് ദുഷ്ടവാസന എൻ്റെ ഉള്ളിൽ തോന്നിയത്. ആ കണ്ണുകൊണ്ടുള്ള കാഴ്ച ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് 2 കണ്ണും കുത്തിപ്പൊട്ടിച്ചു. ഇങ്ങനെയാണ് ശുദ്ധഭക്തന്മാര്. എന്തെങ്കിലും അറിയാതെ തെറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ അത് തിരുത്താൻ തയ്യാറാവുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഭഗവാൻ കഷ്ടതകൾ തരും, ഇല്ലേ? നമ്മളുടെ ജീവിതത്തില് ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ വരാം, അതിന്റെ കഷ്ടതകൾ തരും. കഷ്ടത തരുന്നത് എന്തിനാണ്? നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ്. ആത്മാന അവസാദേ. നമ്മൾ ആ പിഴവുകൾ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വന്നത്, നമ്മളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവും എന്ന് കരുതി നമ്മളത് തിരുത്തി ഭക്തിമാർഗത്തിലെ മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവണം. എങ്കിലേ നമുക്ക് ആ പോരായ്മ പരിഹരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഭക്തിയിൽ പുരോഗമിക്കാൻ സാധിക്കുകയുള്ളൂ. അത് പണ്ട് കാലത്തെ എല്ലാം ഗുരുകുല വിദ്യാഭ്യാസമാണ്. ഗുരുകുലത്തിൽ നിന്ന് ആർക്കും ഏത് ജാതിയിൽപ്പെട്ടവർക്കും ഗുരുകുലത്തിൽ പോയി വിദ്യ അഭ്യസിക്കാം, ഇല്ലേ? പക്ഷെ സ്ത്രീകൾക്കും ശൂദ്രരുമായിട്ടുള്ളവർക്ക് ഗുരുകുലത്തിലെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. പക്ഷെ ശ്രീല പ്രഭുപാദർ ഇതിനൊരു എക്സെപ്ഷനാണ്. പ്രഭുപാദര് കൃഷ്ണാവബോധത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും സ്ത്രീകളെയും ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട് ഇസ്കോണിലേക്ക്.
അല്ലെ ശ്രീല പ്രഭുപാദര് ഒരിക്കൽ അദ്ദേഹത്തിന്റെ ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ട്, മാതാജിമാരാണ് പിന്നെ പ്രഭുക്കന്മാരെക്കാട്ടിലും കൂടുതൽ ഭക്തിമാർഗത്തില് മുന്നോട്ട് പോകുന്നത്. കാരണം സേവനം ചെയ്യാൻ കൂടുതൽ തയ്യാറാവുന്നത് മാതാജിമാരാണ് എന്ന്. ഹരേ കൃഷ്ണ. സമയമായി. ഇനി 2 ശ്ലോകമേ ഉള്ളത്, തീർക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഇത് അടുത്ത ക്ലാസ്സിൽ ബാക്കി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.